ഇന്നൊരു മാങ്ങ കൊണ്ട് ഒരു അരച്ച് കലക്കിയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ ഈ മാങ്ങ ഒരു മാങ്ങ തന്നെ എടുക്കുന്നുള്ളൂ. അതൊന്ന് തൊലി ചെത്തി കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ പെട്ടെന്ന് കറിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. അപ്പോൾ അത് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ട് കൊടുക്കാം. ഇനി ഒരു 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർത്താലും മതി, പക്ഷെ ഞാൻ പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളകാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാന്താരി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ചെറിയ ഒരു മുറി നാളികേരമാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് ജീരകം, നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കുന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 3 സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരച്ച വെള്ളം കൂടി ചേർത്ത് ഇനി തൈര് ചേർത്ത് കൊടുക്കാം. അത്രയും വെള്ളം മതി. കുറച്ചൊരു തിക്കായിട്ടുള്ള അരച്ച് കലക്കിയാണ്. നല്ല കട്ടത്തൈര് തന്നെയാണ് ചേർക്കുന്നത്. 3 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 3/4 സ്പൂണ് ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് പാകമാണ്, കറക്റ്റാണത്. ഇനി ഇതൊന്ന് വറവിട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് നമ്മൾ അരച്ച് വെച്ച അരച്ച് കലക്കിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ കറിയായി. താങ്ക് യു. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു അരച്ച് കലക്കി.